ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരാണെന്ന്? ഞാനൊരു പിതാവാണോ, ഒരു ഭർത്താവാണോ, ഒരു സുഹൃത്താണോ, യാത്രക്കാരനാണോ? എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി? ഞാൻ ആരാണ് എന്ന് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് മക്കളുള്ളതുകൊണ്ട് നിങ്ങൾ പിതാവെന്ന് വിളിക്കപ്പെടുന്നു, അല്ലെങ്കിൽ മാതാവെന്ന് വിളിക്കപ്പെടുന്നു. ഒരു ഭാര്യ ഉള്ളതുകൊണ്ട് ഭർത്താവെന്ന് വിളിക്കുന്നു, ഭർത്താവുള്ളതുകൊണ്ട് ഭാര്യ എന്ന് വിളിക്കപ്പെടുന്നു. ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് യാത്രക്കാരെന്ന് വിളിക്കപ്പെടുന്നു. പലപ്പോഴും നമ്മുടെ ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഞാൻ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഇങ്ങനെ മറ്റു പലതുമായിട്ട് റിലേറ്റ് ചെയ്താണ് നാം സംസാരിക്കുക. ഞാൻ ഇന്ന ആളുടെ മകനാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ ഭർത്താവാണ്, അല്ലെങ്കിൽ ഇന്ന ഇടത്തേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ പലതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആരാണെന്ന് പറയുക. അതിനാൽ തന്നെ നമ്മളുടെ എല്ലാ ഐഡൻറ്റിറ്റികളും മറ്റെന്തെങ്കിലിനെയും ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരുവൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം ആരംഭിക്കുക. ആ സന്തോഷത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് നിങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ്. ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം, യോഹന്നാനോട് ഫരിസേയ പ്രമാണികൾ വന്ന് ചോദിക്കുകയാണ്, നീ ആരാണ്? നീ ആരെന്നാണ് നീ തന്നെ നിന്നെക്കുറിച്ച് പറയുന്നത്? യോഹന്നാൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ചോദ്യമാണ്. യോഹന്നാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം. ഈ ചോദ്യത്തിന് യോഹന്നാൻ പറയുന്ന ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. യോഹന്നാൻ പറയുന്നത് ഞാൻ യോഹന്നാനാണെന്നല്ല, അല്ലെങ്കിൽ പുരോഹിതനായ സക്രിയയുടെ മകനാണെന്നല്ല, മറിച്ച് യോഹന്നാൻ അവിടെ പറയുന്ന മറുപടി ഇപ്രകാരമാണ്: കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരമാണ് ഞാൻ. തന്നെ അല്ലെങ്കിൽ താൻ ആരാണ്, അല്ലെങ്കിൽ തൻ്റെ ദൗത്യം എന്താണ്, ദൈവം തന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ മറുപടി. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു സ്വരം. എന്ത് വിളിച്ചു പറയുന്നത്? കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിനെന്ന് വിളിച്ചു പറയുന്ന ഒരു സ്വരമാണ് ഞാനെന്ന് യോഹന്നാൻ പറയുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മോടും ഈ ചോദ്യം തന്നെ ചോദിക്കുകയാണ്, നമ്മൾ ആരാണ്? നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവം എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയണം. ദൈവം എനിക്ക് വേണ്ടി എന്താണ് വിഭാവനം ചെയ്തേക്കുന്നത്, ദൈവം എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ആരാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു 4 ഘട്ടങ്ങളെക്കുറിച്ച് പറയണം. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുക, അല്ലെങ്കിൽ ദൈവം എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള 4 കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഒന്നാമത് ബൈബിളിലേക്ക് തിരിയുക എന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നാം തിരിയണം. യോഹന്നാനോട് നീ ആരാണ് എന്ന് ഫരിസേയ പ്രമാണികൾ ചോദിക്കുമ്പോൾ യോഹന്നാൻ അതിന് മറുപടി പറയുക വിശുദ്ധ ഗ്രന്ഥത്തിന് അടിസ്ഥാനമാക്കിയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനമാണ് യോഹന്നാനിലൂടെ പൂർത്തിയാക്കപ്പെടുക. വിശുദ്ധ ഗ്രന്ഥത്തിലേക്കുള്ള വായന, വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നാം തിരിയുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന വിധം എങ്ങനെയാണ് ഞാൻ ക്രമപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും. പല പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും സാധാരണക്കാരായ മനുഷ്യരുടെയും ജീവിതം നമ്മളെ പഠിപ്പിക്കും ഈ ജീവിതത്തിൽ ദൈവത്തിന് സാക്ഷ്യം നൽകി എങ്ങനെ ജീവിക്കുവാൻ സാധിക്കുമെന്ന്. എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ എന്തിലേക്കാണ് ഞാൻ നോക്കേണ്ടതെന്ന് നമ്മെ പഠിപ്പിക്കും ഓരോ വിശുദ്ധ ഗ്രന്ഥ വായനകളും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തിരിയുക, എന്നെ തന്നെ തിരിച്ചറിയുവാൻ വിശുദ്ധ ഗ്രന്ഥം സഹായിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തേതായി ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയുവാൻ യഥാർത്ഥ ദിശയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എഫേസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരമാണ് പറയുക: നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി
ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. നമ്മുടെ ജീവിതം ഒരു സൽപ്രവൃത്തിയായി, ഒരു നന്മയായിട്ട് മാറേണ്ട ജീവിതമാണ്. അതിനുവേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ. ഓരോ ദിവസവും ഓരോ സമ്മാനമാണെന്ന് തിരിച്ചറിഞ്ഞ് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം. കാഴ്ചയിലൂടെ മാത്രമല്ല, മറിച്ച് വിശ്വാസത്തിൽ പ്രേരിതരായി ഓരോ വ്യക്തിയും ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ച്, ദൈവമേ, ഇതാണോ നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നൊരു ചോദ്യം ദൈവത്തോട് ചോദിക്കുവാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായ ദിശകൾ നമ്മുടെ ജീവിതത്തിന് മുൻപിൽ തെളിഞ്ഞു വരിക. ഞാൻ നടക്കേണ്ട വഴികൾ എനിക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തതായിട്ട് ദൈവഹിതം പിന്തുടരുക എന്നുള്ളതാണ്. ദൈവത്താൽ ഞാൻ നയിക്കപ്പെടുന്നു എന്ന ലക്ഷ്യത്തോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 19 അധ്യായം 21 വാക്യം, മനുഷ്യൻ പലതും ആലോചിച്ച് വയ്ക്കുന്നു, നടപ്പിൽ വരുത്തുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ്. നമ്മളെക്കാൾ നല്ല പദ്ധതികൾ ദൈവത്തിനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുന്ന, നമ്മുടെ പരിമിതമായ അറിവിൽ നിന്ന് നാം ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളെക്കാൾ ഉപരിയായി ദൈവം നല്ലൊരു പദ്ധതി നമ്മുടെ ജീവിതത്തിന് വേണ്ടി കരുതി വച്ചിട്ടുണ്ടെന്നുള്ളതാണ്. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 2 അധ്യായം 16-17 വാക്യങ്ങൾ, ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്തത, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൻ്റേതല്ല, പ്രത്യുത അത് ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് സമയമെടുത്ത് നാം ചിന്തിക്കണം, ഇത് ഒരു താൽക്കാലിക സന്തോഷമാണോ എൻ്റെ ജീവിതത്തിൽ നൽകുന്നത്? ഒരു താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയാണെങ്കിൽ അവിടെ ആ തീരുമാനത്തോട് നോ പറയുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. നമുക്കാവശ്യം ദൈവം ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവുമാണ്. കാരണം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ഈ മരണക്കിടക്കയിൽ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. വെറും കൈയോടുകൂടെ നമ്മൾ ഇവിടെ നിന്ന് യാത്രയാകേണ്ടതാണ്. വെട്ടിപ്പിടിച്ചതും മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റി നമ്മൾ എടുത്തതെല്ലാം ഇവിടെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്നുള്ളതാണ്. മറിച്ച് നമ്മുടെ മരണക്കിടക്കയിൽ നമ്മോട് കൂടെ ആയിരിക്കുന്നത് നമ്മുടെ കുടുംബവും നമ്മുടെ സുഹൃത്തുക്കളും നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളുമാണ്. അവർ നമ്മുടെ കൂടെ ആയിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ നല്ല വ്യക്തിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ജീവിതം നന്മയായിരുന്നുവെന്ന് അവർ തിരിച്ചറിയുമ്പോഴാണ് അവരും നമ്മുടെ കൂടെ ആയിരിക്കുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കുക. നാലാമത്തത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 3000-ലധികം വാഗ്ദാനങ്ങൾ ദൈവം നൽകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ദൈവം നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ അത് സംഭവിച്ചിട്ടുമുണ്ട്. ഒരു വാഗ്ദാനം പോലും പാഴ്വാക്കായിട്ട് മാറിയിട്ടില്ല. ചിറമിയ പ്രവാചകൻ്റെ പുസ്തകം 29 അധ്യായം 11 വാക്യം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയെന്ന്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം 28 വാക്യം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്ന്. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നുള്ളത്. ദൈവത്തിൻ്റെ ആ വാഗ്ദാനങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുവാൻ, ദൈവം എൻ്റെ ജീവിതത്തിന് വേണ്ടി ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ആഴ്ന്നിറങ്ങുവാൻ നമ്മൾ ഇടയാകണം. എങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് നോക്കി നടക്കുവാൻ നമുക്ക് സാധിക്കും. ഇനി അവസാനമായിട്ട് ദൈവത്തിൻ്റെ ഈ പദ്ധതികൾ നാം തിരിച്ചറിയുമ്പോൾ, ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും ദൈവത്തിൻ്റെ മുൻപിലിരിക്കുന്നതിലൂടെയും അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നതിലൂടെയും എല്ലാം നാം മനസ്സിലാക്കി കഴിയുമ്പോൾ, ഇത് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക്
പ്രാവർത്തികമാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഞാൻ ഇതെൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക എന്നുകൂടെ നമുക്ക് ചിന്തിക്കാം. അത് ഇപ്രകാരമാണ്. നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തിൻ്റെ കഴിവുകളിൽ നിന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ജീവിതം ഈയൊരു തൊഴിൽ മേഖലകളിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്കാണ് പോകേണ്ടതെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ വിശ്വാസവും കൂടെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ തൊഴിൽ മേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുമ്പോൾ അത് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. യേശുവിൻ്റെ സന്ദേശം പങ്കിടാൻ വേണ്ടി സുവിശേഷ പ്രഘോഷകനായിട്ട് തന്നെ മാറണമെന്നില്ല, സുവിശേഷം പ്രസംഗിക്കുന്നവരായിട്ട് തന്നെ മാറണമെന്നില്ല. മറിച്ച് ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് പ്രഘോഷിക്കുവാൻ സാധിക്കുമ്പോൾ അവിടെ പ്രഘോഷിക്കുന്നത് സുവിശേഷം തന്നെയാണ്. എല്ലാവരും ദൈവവചനം പ്രഘോഷിക്കുന്ന വൈദികരോ സന്യസ്തരോ അൽമായ ശുശ്രൂഷകരോ ആകണമെന്നില്ല. മറിച്ച് ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഞാനായിരിക്കുന്ന ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നവനായിട്ട് ഞാൻ മാറുമ്പോൾ അവിടെ പ്രഘോഷിക്കപ്പെടുക ക്രിസ്തുവിൻ്റെ സുവിശേഷം തന്നെയാണ് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും അമൂല്യരാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണണം, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ സ്വപ്നങ്ങളിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പൂർത്തിയാക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഇസ്രായേൽ ജനത്തെ തിരിച്ചുവരവിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരുമായ എല്ലാവരെയും കൊണ്ടുവരുവനെന്ന്. ദൈവത്തിൻ്റെ മഹത്വത്തിനായി വിളിക്കപ്പെട്ടവർ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവർ, അവരാണ് നമ്മൾ. ദൈവം സൃഷ്ടിച്ച നമ്മൾ തൻ്റെ സൃഷ്ടാവായ ദൈവത്തോട് വിശ്വസ്തരായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾക്കനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കണം. യോഹന്നാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ദൈവം തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ നേരെയാക്കുവാൻ വേണ്ടി മരുഭൂമിയിൽ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ശബ്ദമായിട്ട് മാറി ക്രിസ്തുനാഥന് കടന്നു വരുവാൻ വേണ്ടി മനസ്സുകളും ഹൃദയവും ഒരുക്കി. അതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ദൈവഹിതം നാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിലേക്കുള്ള വഴികൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നവരായിട്ട് നാം മാറും. ദൈവത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായിട്ട് നാം മാറും. നമ്മളിലൂടെ മറ്റുള്ളവരും തിരിച്ചറിയും ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും എന്നുള്ളത്. ഈ ക്രിസ്തുമസിൻ്റെ ആഗമന കാലത്തിൻ്റെ ഒരുക്കത്തിലായിരിക്കുമ്പോൾ ഈ ഒരു ചിന്ത മനസ്സിലുണ്ടായിരിക്കട്ടെ. ഒരു ചൂണ്ടിക്കാണിക്കുന്ന, ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരുക്കമുള്ള വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.